പിഞ്ചു കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന അമ്മായി. മാനസിക അസ്വസ്ഥതകൾ നേരിടുന്ന 30-കാരിയുടെ പരാക്രമം പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ മുഖർജി നഗർ പ്രദേശത്തെ ഒരു പാർക്കിലാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം. ആ കുഞ്ഞ് വളരെ പിഞ്ചാണ്, 1 വയസ്സും 9 മാസവും മാത്രമാണ് പ്രായം. ആ കുഞ്ഞിനെയാണ് ഉറ്റ ബന്ധുവായിട്ടുള്ള സ്ത്രീ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞത്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു ഈ സംഭവം നടക്കുന്നത്. 30 വയസ്സുള്ള ഈ സ്ത്രീക്ക് വിഷാദ രോഗം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടുന്ന ആളാണ് എന്നാണ് പോലീസിന്റെ ആദ്യഘട്ടത്തിലുള്ള നിഗമനമൊക്കെ. അവരുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഈ അമ്മയും ഒപ്പം ഈ പിഞ്ചു കുഞ്ഞും. അങ്ങനെ അമ്മയും കുഞ്ഞും വീട്ടിലുള്ളപ്പോൾ തന്നെ കുഞ്ഞിനെ കളിപ്പിക്കാൻ എന്നുള്ള പേരിലാണ് ഈ കുട്ടിയുമായി ഇവൾ പുറത്തേക്ക് വരുന്നത്. മുഖർജി നഗറിലെ ആ പാർക്കിൽ കളിക്കാൻ വേണ്ടി ഈ സ്ത്രീ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. വളരെ പെട്ടെന്നുള്ളൊരു ആക്രമണം ആയിരുന്നു എന്നാണ് ആ പാർക്കിൽ ആ സമയത്തുണ്ടായിരുന്നവർ പറയുന്നത്. നിലവിളിയും ബഹളവും ഒക്കെ കേട്ടെത്തിയ ആ പാർക്കിലെ പൂന്തോട്ടക്കാരൻ ഈ കുട്ടിയെ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ബലത്തിൽ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്വാസം മുട്ടിച്ച ശേഷം കുഞ്ഞിനെ മടിയിൽ ഇങ്ങനെ കിടത്തി വട്ടം പിടിച്ചിരിക്കുകയായിരുന്നു ആ സ്ത്രീ. ആളുകൾ ബഹളം വെച്ചുവെങ്കിൽ പോലും കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല അവർ. ഈ കുട്ടിയെ അവരിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഇവർ ബോധരഹിതയായി അബോധാവസ്ഥയിൽ അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു. जानकारी ये है कि लगभग 1 से 1.5 बजे के बीच में मुझे ये सूचना मिली कि हमारे कॉलोनी में ये जहाँ पर हम खड़े हैं, यहाँ पर हमारे कॉलोनी की ही एक निवासी लड़की है जिसने किसी एक बच्चे का गला घोट के हत्या कर दी है। तो अब ये तो दुखद समाचार है और जितनी भर्त्सना की जाए उतनी कम है। तो मैं यूनिवर्सिटी से भागता दौड़ता वहाँ आया तो यहाँ पर काफ़ी लोग खड़े थे पहले से, और बच्चे जो हैं उस बच्चे को हॉस्पिटल हमारे जो दूसरे निवासी हैं तब तक में ले जा चुके थे, और हॉस्पिटल में जाकर पता ये चला कि बच्चे को मृत घोषित कर दिया। जिस महिला पर यह आरोप है वो महिला सुनने में जो पता चला है वो मृतक बच्चे की मौसी है। ഓൾഡ് സീലംപൂരിൽ താമസിക്കുന്ന അച്ഛനും അമ്മയുമാണ് കുഞ്ഞിൻ്റേത്, അല്ലെങ്കിൽ ആ സ്വദേശികളാണ്. കുഞ്ഞിൻ്റെ അമ്മാവനാണ് പോലീസിനെ കാര്യം അറിയിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കും ചികിത്സയ്ക്കുമൊക്കെയായി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും വിഷാദ രോഗത്തിന് ചികിത്സയിലുള്ള ആ സ്ത്രീ വളരെ പെട്ടെന്ന് ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന സാഹചര്യം. അത്തരമൊരു പ്രതീക്ഷ പോലുമില്ലാതെ ആ കുഞ്ഞിൻ്റെ അമ്മ അവളുടെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയായിരുന്നു. എങ്ങനെ സഹിക്കാൻ കഴിയും 1 വയസ്സും 9 വയസ്സും 9 മാസവും മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ ദാരുണാന്ത്യത്തെ? കർണാടകയിലെ നെലമംഗലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയിലേക്കാണ് 24 ഇനി പോവുക. അതായത് കിടപ്പുരോഗിയായിട്ടൊരു ഭർത്താവിനരികിൽ കുത്തേറ്റ് ഭാര്യ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ അയാളിങ്ങനെ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന സാഹചര്യം. നമുക്കതിലേക്ക് എത്താം ഇടവേളയ്ക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.